ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇറാനിയൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇറാനിലെത്തിയത്. ഇദ്ദേഹം താമസിച്ചിരുന്ന വീടിന് നേരെയുണ്ടായ ആക്രമണത്തിനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസിന്റെ ഇപ്പോഴുണ്ടായിരുന്ന ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇറാനിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നതുകൊണ്ട് ഇസ്രായേലിന്റെ ബദ്ധവൈരിയായ തീവ്ര ഇസ്ലാമിക രാജ്യമായ ഇറാന് കിട്ടിയ ഒരു അടിയായിട്ടാണ് ലോകം കാണുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഹനിയയെ ഇസ്രായേൽ ഉന്നം വെച്ചുവെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു പോരുകയാണ് ഉണ്ടായത്. ഏപ്രിൽ 10-ന് ഹനിയയുടെ 3 ആൺമക്കളും പേരക്കുട്ടികളും ഇസ്രായേൽ നടത്തിയ ഒരു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിവില്ല എങ്കിലും ഇസ്രായേലിന്റെ മൊസാദ് ആണെന്ന് ഇറാൻ ആരോപിച്ചിട്ടുണ്ട്. പാലസ്തീനും ഇസ്രായേലിനെതിരെ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്ത് ഇസ്രായേലിന്റെ ഒരു ചാരൻ എങ്ങനെ കടന്നുകൂടി സംരക്ഷണ കവചമുള്ള ഇദ്ദേഹത്തെ കൊന്നു എന്നതൊരു ചോദ്യമാണ്. സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇറാൻ വേണ്ട പ്രതിരോധം എടുത്തില്ല എന്നാണോ ഇത് കാണിക്കുന്നത്? അതല്ലെങ്കിൽ ഇറാന്റെ പ്രതിരോധം അത്ര മോശമാണെന്നാണോ കാണിക്കുന്നത്? വേണ്ട പ്രതിരോധം എടുക്കാൻ കഴിവുള്ള ഇറാന് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ആവശ്യമുള്ള പ്രതിരോധം നൽകിയില്ല എന്നിങ്ങനെയുള്ള ചോദ്യം കൊണ്ട് ഇറാന് നേരെ വിരൽ ചൂണ്ടുന്നവരുമുണ്ട്. ഇറാൻ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് റൈസിയും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ പിന്നിലും ഇസ്രായേൽ തന്നെയാണ് പ്രതിക്കൂട്ടിൽ വരുന്നത്. കാരണം പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. ആ പ്രസിഡന്റിന് പകരമായാണ് പുതിയ പ്രസിഡന്റ് അവിടെ അധികാരമേൽക്കുന്നത്. ഇറാനിൽ വെച്ച് ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെടുന്നത് തീർച്ചയായും ഇസ്രായേലിലോട്ട് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെ. എന്നാൽ ഇതിന്റെ പിന്നിൽ ഇറാൻ തന്നെ ആയിരിക്കും എന്നാണ് ഒരു പക്ഷം ചിന്തിക്കുന്നത്. കാരണം ഇറാനിൽ വെച്ച് ഹമാസിന്റെ നേതാവിനെ കൊന്നു എന്നതിന്റെ പേരിൽ അവർക്ക് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു കാരണമായി. അതിനുവേണ്ടി ഇദ്ദേഹത്തെ ഇറാൻ തന്നെ വധിച്ചതല്ലേ എന്ന ചോദ്യമാണ് ഒരു കൂട്ടർ ഉന്നയിക്കുന്നത്. കാരണം ഇനി ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇപ്പോൾ ഇസ്രായേലിനോട് മതിപ്പില്ലാതെ നിൽക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം കൂടും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപാണ് അധികാരത്തിലെത്തുന്നതെന്ന് ഏകദേശം ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കുക കൂടി ചെയ്താൽ ലോകം മുഴുവൻ ഇറാനെതിരെ തിരിയുമെന്നും മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പൊടി പോലും ഉണ്ടാവില്ല എന്നും ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇറാൻ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്ന് ആരോപിക്കുന്നവരുമുണ്ട്.